നമസ്കാരം. കൊല്ലം ജില്ലയിലെ ക്ലാപ്പന പള്ളിയിലാണ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള പള്ളിയാണ്. പോർട്ടുഗീസുകാർ പണിത പള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണല്ലോ, ഇപ്പോൾ കാണിച്ചിട്ടുണ്ടോ, ഇതാണ് പള്ളി. അപ്പോൾ ഇത് പോർട്ടുഗീസുകാരുടെ ഒരു രീതിയാണ്, നിർമ്മാണ രീതിയാണ് ഈ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, വളരെ ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ആണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. TS കനാലിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് പള്ളി. അത് കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസ് വെച്ചാൽ വളരെ ഗംഭീരമാണ്. ടൂറിസ്റ്റുകൾക്കൊക്കെ വരാൻ പറ്റിയ ഇടമാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഒരുപാട് ആൾക്കാർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് ഈ കായൽ ചേർത്തൊക്കെ ഇരിക്കാറുണ്ട്. അത്ര ഗംഭീരമാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കട്ടെ. ഈ പള്ളിയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 1840 നിന്ന് ആരംഭിക്കണം. 1840 പോർട്ടുഗീസുകാർ ഈ പഞ്ചായത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴീക്കലിൽ വന്നത്. ഇത് ക്ലാപ്പന പഞ്ചായത്താണ്. അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴീക്കലിൽ വന്നത് ചേർന്നതെന്ന് ഊഹിക്കുന്നു. തുടർന്ന് പോർട്ടുഗീസ് വാസ്തുശില്പ മാതൃകയിൽ വലിയൊരു പള്ളി അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇതിനായി പോർട്ടുഗലിൽ നിന്നാണ് തടിയിൽ ചേർത്ത ഒരു അൾത്താരയും മറ്റും കൊണ്ടുവന്നത്. ആ പള്ളി കടലാക്രമണത്തിൽ നശിച്ചു പോയപ്പോൾ ക്ലാപ്പനയിൽ മറ്റൊരു പള്ളി പണിതീർത്തു. പോർട്ടുഗീസ് അൾത്താരയും മറ്റും പുതിയ പള്ളിയിലേക്ക് മാറ്റുകയും ചെയ്തു. കൊച്ച് എടത്ത പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ക്ലാപ്പന സെൻറ്റ് ജോർജ് പള്ളിയാണിത്. ഇതിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരം കണ്ട അത് കടൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒലിവ് തടിയിലാണ് പണിതിട്ടുള്ളത്. ഏതോ ഒരു സമയത്ത് വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നതാണ്. കടൽ വെള്ളമാണോ കായൽ വെള്ളമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. വേനൽക്കാലത്ത് ഇപ്പോഴും ആ തടിയിൽ നിന്ന് ഒലിവെണ്ണ കിനിഞ്ഞ് വരാറുണ്ട്. ക്രിസ്തു പ്രതിമയുടെ മുകളിലുള്ള വിളക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഇന്ന് ലക്ഷ്യം കാട്ടുന്നുണ്ട്. പോർട്ടുഗീസ് പാരമ്പര്യമുള്ള പല ക്രിസ്തീയ കുടുംബങ്ങളും ക്ലാപ്പനയിലുണ്ടായിരുന്നു. കടയിൽ പറമ്പിൽ, അതുപോലെ കൂട്ടുങ്ങൾ തുടങ്ങിയവ അവയിൽ അറിയപ്പെടുന്നതായിരുന്നു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ മാറി വന്ന പശ്ചാത്തലങ്ങളുമായി പൊരുത്തപ്പെടാനാകാതെ അവരെല്ലാം തങ്കശ്ശേരിയിലേക്ക് താമസം മാറുകയുണ്ടായത്. ജർമ്മനി, പോർട്ടുഗൽ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വികാരിമാർ ക്ലാപ്പന ഇടവക ഭരിച്ചിട്ടുണ്ട്. ഇതിൽ ജർമ്മൻകാരനായിരുന്ന ഫാദർ പയസിൻ്റെ സേവനം ശ്രദ്ധേയമായിരുന്നു. മിഷണറി പ്രവർത്തനത്തിൽ ക്ലാപ്പനയിൽ നിന്നും പലരും പങ്കാളികളുമായിട്ടുണ്ട്.